രുചിരകമ്പിതകുണ്ടലമണ്ഡല സുചിരമീശനനർത്തിത പന്നഗേ അമരതാഡിത ദുന്ദുഭി സുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. ഹരേ കൃഷ്ണ. ഹരഹര മഹാദേവ. അമ്മേ ജഗദംബികേ മൂകാംബികേ ശരണം. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ രണ്ടാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് പറയണത്. പകൽ മുഴുവൻ ഒരു മനുഷ്യൻ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ജോലി ചെയ്തിട്ടും പണം സമ്പാദിച്ചിട്ടും കുടുംബം സംരക്ഷിക്കാനും വേണ്ടി സമയം കളയണു. വൈകുന്നേരം ഉറങ്ങാനും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ലൈംഗിക ബന്ധത്തിലേർപ്പെടാനും അങ്ങനെയും കുറേ സമയം നഷ്ടപ്പെടുത്തി കളയുന്നു. ആയുസ്സാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് എന്നാണ് ശ്രീശുക ബ്രഹ്മർഷി വളരെ ഗൗരവത്തോടുകൂടി പറയുന്ന കാര്യം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, ഹിന്ദുവിന് വേണ്ടിയുള്ള ഗ്രന്ഥമല്ല, സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ജീവിത ശാസ്ത്ര ഗ്രന്ഥമാണ് ഭാഗവതം. അല്ലാതെ വെറും ഭക്തിയോ കുറേ അത്ഭുത കഥകളോ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം അങ്ങനെയാണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. മരണശേഷം എന്താണ് മോക്ഷം, എന്താണ് സ്വർഗം, എന്താണ് നരകം, സ്വർഗവും മോക്ഷവും തമ്മിൽ എന്താണ് ഭേദം, എങ്ങനെ ജീവിക്കണം ധർമ്മത്തിലൂടെ എന്നൊക്കെ ഇതിൽ കാണിച്ചു തരാണ്. ജീവജാലങ്ങളെന്നും ഉപദ്രവിക്കാതെ വളരെ വിശേഷമായിട്ട് ഇതിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. എന്നിട്ട് പറയാണ്, പകൽ സമയം പണം നേടിയിട്ടും പണസമ്പാദനത്തിനും ജോലി തേടിയിട്ടും വീട്ടുകാര്യങ്ങൾ അന്വേഷിച്ചിട്ടും അവൻ്റെ ആയുസ്സിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആയുസ്സിൻ്റെ പകുതി സമയം നഷ്ടപ്പെടുന്നു. ദേഹി അപത്യകളത്രം, അങ്ങനെ പറഞ്ഞാൽ ശരീരത്തിലും ഭാര്യ, മക്കള്, ഭർത്താവ്, വീട്, കാറ്, സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ജോലി, പണസമ്പാദനം, ഇതിൽ മാത്രം ആസക്തനായിട്ടാണ് അല്ലെങ്കിൽ മുഴുകിയിട്ടാണ് എല്ലാ മതത്തിലുള്ള 99% ആളുകളും ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളൊന്ന് സ്വയം നിങ്ങളുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഭ്രമിച്ചിട്ട് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ട് ആസക്തനായിട്ട് മനുഷ്യൻ ജീവിക്കുകയാണ്, പുരുഷനും സ്ത്രീയും. ഇതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ നശിക്കുന്നത് അവൻ കാണുന്നുവെങ്കിലും അപ്പോഴും അവന് ബോധം വരുന്നില്ല. എന്ത് ബോധം? എൻ്റെ ശരീരം കുറച്ച് കാലം കഴിഞ്ഞാൽ നശിച്ചു പോകും, രോഗങ്ങൾ വരും, മരിക്കും. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ ഒക്കെ മരിച്ചു പോകും, ശരീരം ശോഷിക്കും, ബാങ്ക് ബാലൻസ് നഷ്ടപ്പെടും, ഭൗതിക വസ്തുക്കളൊക്കെ ഇല്ലാണ്ടാവും, ശരീരം പോലും അവസാനം ഉപേക്ഷിക്കേണ്ടി വരും. ഈ ഭൂമി ഒരു താൽക്കാലികമാണ്, ഒരു വാടക വീടാണ്. ഇതൊക്കെ അവൻ ചുറ്റിലും സ്വജീവിതത്തിലും കണ്ടിട്ട് പോലും അനുഭവിച്ചിട്ട് പോലും എന്നിട്ടും കണ്ണ് പൊട്ടനെ പോലെ പെരുമാറുന്നുവല്ലോ എന്നാണ് ശ്രീശുക ബ്രഹ്മർഷി ഒരു ഖേദം പ്രകടിപ്പിച്ചു പരീക്ഷത്തിനോട്. അങ്ങനെ പറഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് സമയം കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ മറന്നു, വീണ്ടും അവൻ അവൻ്റെ ഭൗതിക ജീവിതത്തിലേക്ക് ലയിച്ചു പോയി. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ, ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ആ ശവശരീരം കിടക്കണ കണ്ടാൽ, അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ കുഴിയിൽ മറവ് ചെയ്യാനോ വേണ്ട കാര്യങ്ങൾ അവിടെ ഒരുക്കങ്ങൾ കണ്ടാൽ നമ്മൾ കുറച്ച് നേരം നമ്മളുടെ മരണത്തെ പറ്റി ചിന്തിക്കാറുണ്ട് അല്ലേ? അവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നാലോ, നമ്മളതൊക്കെ മറന്നു.
ഇതാണ് ആ പറഞ്ഞതിൻ്റെ മറ്റൊരു താല്പര്യം എന്ന് മനസ്സിലാക്കുക. ഹരേ നാരായണ.